ഓം ശ്രീനാരായണ പരമഗുരവേ നമഃ. സുപ്രഭാതം. 1539 ദിവസമായി ഇന്ന് 2025 ആഗസ്റ്റ് മാസം 1 തീയതി വെള്ളിയാഴ്ച. 1200 ആണ്ട് കർക്കിടക മാസം 16 തീയതി. ഗുരുവചനങ്ങളിലൂടെ ഭാഗ്യം കൊണ്ടോ പിതൃക്കളുടെ അനുഗ്രഹം കൊണ്ടോ ലഭിക്കുന്ന ധനത്തിൽ നിന്നും ദേവന്മാർക്കും പിതൃക്കൾക്കും അതിഥികൾക്കും വർണ്ണാശ്രമികൾക്കും അല്പം പോലും കൊടുക്കാതെ തന്നെത്താൻ ഭക്ഷിക്കുന്നവൻ നിന്ദ്യനായിത്തീരും. ശ്രീനാരായണ ഗുരുദേവൻ. ശ്രീ നടരാജ ഗുരു എഴുതിയ ഗുരുവരുൾ എന്ന പുസ്തകത്തിൽ വചനവും മൗനവും എന്ന് വിവരിക്കുന്നതിൻ്റെ 21 ഭാഗമാണ് ഇന്ന് അവതരിപ്പിക്കുന്നത്. ഓരോരുത്തരുടെയും സുഖം സമസ്തതയുടെ സുഖത്തെ ആശ്രയിച്ചിരിക്കുന്നു. സമസ്തതയുടെ സുഖം ഓരോരുത്തരുടെയും സുഖത്തെ ആശ്രയിച്ചും. ദൈനംദിന ജീവിതത്തിലെ ഓരോ നിമിഷത്തിലും നിറഞ്ഞു നിൽക്കുന്ന യോഗരഹസ്യമാണിത്. അനിവാര്യതയുടെയും കടമയുടെയും ഒരു വശത്ത് നമ്മെ തളച്ചിടുന്നു. അതേസമയം സ്വേച്ഛയാ കൈവരുത്താവുന്ന മുക്തിയുടെ സാധ്യതയും മറുവശത്തിരിക്കും. ഈ രണ്ട് പക്ഷങ്ങൾക്കിടയ്ക്കുള്ള ഒരു ഭൂമിക ജീവിതത്തിൽ നാം സ്വയം കണ്ടെത്തേണ്ടതുണ്ട്. ഉത്തമ താൽപ്പര്യങ്ങൾ നിലനിർത്തുന്നതിന് വേണ്ടിയുള്ള അർപ്പണ മനോഭാവത്തോടു കൂടിയേ ഈ ഭൂമിക കണ്ടെത്താനാവൂ. അഹന്തയാൽ വിജൃംഭിതമായ വിഷയാരാമത കൊണ്ട് അത് സാധ്യമല്ല. ജീവിതത്തിലെ അനിവാര്യതകളെ അറിഞ്ഞുകൊണ്ട് നേരിടണം. അതേസമയം ആനന്ദലബ്ധിക്കുള്ള അവസരം സ്വാഭാവികമായ ആത്മവിശ്വാസത്തോടു കൂടി തുറന്നിട്ടിരിക്കുകയും വേണം. ഒരേ അറിവിൻ്റെ തന്നെ ഈ രണ്ട് തരം വൃത്തികളെയും പകുത്തറിയുമ്പോൾ ഗുരുവരുളിലെ ജ്ഞാനരഹസ്യം സ്വയം പ്രകാശമായി വിളങ്ങും. ഏവർക്കും നന്മ നിറഞ്ഞൊരു സുദിനമായിരിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. ഗുരുധർമ്മം ജയിക്കട്ടെ. ശബ്ദം നൽകിയത് സുജീഷ് മഹേശ്വരി.